ഹരഹരോ ഹര. സുബ്രഹ്മണ്യ സ്വാമിയേ ശരണം. ധർമ്മശാസ്താവേ ശരണം. ശരണയ്യപ്പ. നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മേജർ ചെറുകോൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 63ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 2026 ഓഗസ്റ്റ് 9 അഖണ്ഡനാമ ജപത്തോടുകൂടി ആരംഭിച്ച് ആഗസ്റ്റ് 16 കർക്കിടകം 31 അവസാനിക്കുന്ന രീതിയിലാണ് ഈ വർഷം ഈ സപ്താഹയജ്ഞം ആഘോഷിക്കുന്നത്. ഈ കലിയുഗ കാലത്തിൽ ഭക്തജനങ്ങളായ നമ്മുടെ ഏവരുടെയും ക്ലേശങ്ങൾക്ക് ശാന്തിയും സമാധാനവും പകർന്നു തരുന്നതിന് ഏറ്റവും കരണീയമായ ഒരു അനുഷ്ഠാന കർമ്മമാണ് നാമജപം. ഈ നാമജപത്തിന് അതീവ സാധ്യതകൾ നൽകുന്ന ഒരു മഹായജ്ഞമാണ് ഭാഗവത സപ്താഹയജ്ഞം. വേദ ഉപനിഷത്തുകൾ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ഈ കർത്തവ്യനിരതമായ കാലഘട്ടത്തിൽ, പ്രാരാബ്ധങ്ങളുടെ കാലഘട്ടത്തിൽ ഈ യജ്ഞശാലയിൽ വന്നിരുന്ന ഈ യജ്ഞത്തിലെ പാരായണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയും അതീവ ഭക്തിയോടുകൂടിയും ശ്രവണം ചെയ്യുക എന്നതെങ്കിലും നാം നിർവഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായ ഒരു സംഗതിയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ സപ്താഹ ഭാഗവത യജ്ഞം നീണ്ടു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കരയിൽ അധിവസിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹീതമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് പകർന്നു തരുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഇന്ന് സാർവത്രികമായി എല്ലാ ക്ഷേത്ര സങ്കേതങ്ങളിലും ആഘോഷിച്ചു വരുന്നുവെങ്കിലും ചെറുകോൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹത്തോടുകൂടി 63ാമത് സപ്താഹയജ്ഞം നടത്തുവാനുള്ള ഭാഗ്യമാണ് ഇപ്പോൾ നമുക്ക് സിദ്ധിച്ചിട്ടുള്ളത്. ഈ മഹനീയമായ ചടങ്ങിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ഭക്തി പുരസരമുള്ള സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ നിർവഹിച്ച ഉപദേവതാ പ്രതിഷ്ഠകൾക്ക് ഭക്തജനങ്ങളായ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങളും അതിൻ്റെ സംഘാടനത്തിന് നിങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങളും നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ചെറുകോൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഒരു സവിശേഷത കൂടി ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 5 പ്രധാന ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ഒരു മഹാക്ഷേത്ര സങ്കേതമാണ്. കുംഭമാസത്തിലെ കാർത്തികയിൽ കൊടി കയറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും അവസാനം ആറാട്ടോടുകൂടി നടത്തപ്പെടുന്ന തിരുവുത്സവമാണ് അതിലേറ്റവും മഹനീയമായിട്ടുള്ളത്. പിന്നീട് തൈപ്പൂയ കാവടിയാട്ടം, മകരസംക്രമത്തിൽ പേട്ടതുള്ളലും പ്രസിദ്ധമായ അയ്യപ്പൻ കഞ്ഞിയും, മേടമാസത്തിൽ ശ്രീ ധർമ്മശാസ്താവിനെ വിവിധ കരകളിലേക്ക് എഴുന്നള്ളിച്ച് പറയെടുപ്പ് ഉത്സവം, കൂടാതെ എല്ലാ വർഷവും നടത്തിവരുന്ന ഈ സപ്താഹ മഹായജ്ഞവും ഈ ക്ഷേത്രത്തിൽ മാത്രം നടത്തപ്പെടുന്ന ഏറ്റവും മഹനീയമായ ഉത്സവങ്ങളിൽ ഉൾപ്പെടുക. ഈ ക്ഷേത്രത്തിലെ ഭക്തിനിർഭരമായ എല്ലാ ചടങ്ങുകളിലും ഉത്സവത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഭക്തജനങ്ങളായ നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യവും സഹകരണവും, ഏറ്റവും പ്രധാനമായിട്ട് ആ സാന്നിധ്യവും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സപ്താഹ യജ്ഞം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ശ്രവിക്കാനുള്ള നിങ്ങളുടെ മനസ്സും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സുബ്രഹ്മണ്യസ്വാമിക്കും അതുപോലെ തന്നെ ധർമ്മശാസ്താവിനും ഏറ്റവും പ്രിയപ്പെട്ട ഈ ഭക്തിനിർഭരമായ വഴിപാടുകൾ
നമുക്ക് ഒന്നിച്ച് സമർപ്പിച്ച് ഇരുവരുടെയും അനുഗ്രഹം നമ്മുടെ ദേശത്തിന് നേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം.